ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത് പുറമേ നിന്നും ഒരു ഫോഴ്സ് ലഭിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്താനോ അതുപോലെ തന്നെ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ സാധിക്കില്ല എന്നതാണ്. യഥാർത്ഥ ജീവിതത്തിലെ നമ്മുടെ സ്വഭാവവും അങ്ങനെ തന്നെയല്ലേ? പുറമേ നിന്നും ഒരു സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ പുഷ് ലഭിക്കാതെ ഒരു കാര്യം ചെയ്യാനോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് നിർത്താനോ നമ്മളെ കൊണ്ട് സാധിക്കാറുണ്ടോ? ഇന്ന് ഈ വീഡിയോയിലൂടെ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വേണ്ട ഊർജ്ജമാണ് ലഭിക്കാൻ പോകുന്നത്. വരുന്ന വർഷം ഇതുപോലുള്ള ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. ചിലരെങ്കിലും ഈ വീഡിയോ പകുതി വരെ കണ്ട് നിർത്തിയിട്ട് പോകാം. എന്നാൽ അവർക്കുണ്ടാകാൻ പോകുന്നത് വലിയ നഷ്ടമാണ്. ഇന്ന് വരെ നിങ്ങൾ എത്രയോ വീഡിയോസ് കണ്ടിരിക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്തുന്നതിനായി കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പ്രശ്നങ്ങളുടെ വേര് വരെ ചികഞ്ഞ് കണ്ടുപിടിക്കേണ്ടതാണ്. കാര്യങ്ങൾ എന്താണെന്ന് വെറുതെ അറിഞ്ഞതുകൊണ്ട് മാത്രം യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകണമെന്നില്ല. വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണെങ്കിൽ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വീഡിയോസ് അവൈലബിൾ ആണ്. അത് കണ്ട് സമയം നഷ്ടപ്പെടുത്തുക. സീരിയസ് ആയവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. കാരണം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്യുവർ പ്രാക്ടിക്കൽ ഗോൾഡ് വാല്യൂ ആണ് ലഭിക്കാൻ പോകുന്നത്. നമ്പർ 1, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെയും വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ നിങ്ങൾക്ക് തന്നെ ധാരാളം ഓപ്ഷൻസ് നൽകുന്നു എന്നതാണ്. ലോകത്തിലെ 99% ആളുകളെ പോലെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഓപ്ഷൻ മാത്രമാണ്. ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി നിങ്ങളതിനെ മറ്റാവശ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ ഒരാളായി മാത്രം ഒതുങ്ങുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളും ഇത് തുടരുക. അല്ലാത്തപക്ഷം ഇതുവരെ കളഞ്ഞ സമയത്തിനെക്കുറിച്ച് ആലോചിക്കാതെ ഇനിയുള്ള സമയം നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ചിലവഴിക്കുക. എപ്പോൾ വേണമെങ്കിലും നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. നിങ്ങളുടെ ഡ്രീംസിനെ ജീവിതത്തിൻ്റെ തന്നെ പ്രൈമറി ഗോളാക്കി മാറ്റുക. ഇനിയുള്ള സമയം അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ നെഗറ്റിവിറ്റിയെ ഊർജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്പർ 2, ട്രോയ് കുതിരയുടെ കഥ നിങ്ങൾക്കറിയാമോ? വളരെയധികം കഷ്ടപ്പെട്ടതിന് ശേഷവും പട്ടാളക്കാർക്ക് അകത്ത് കടന്നുകൂടാൻ സാധിക്കാത്ത അത്രയും ശക്തമായ മതിൽകെട്ടുകളോടുകൂടിയ രാജ്യത്തിലേക്ക് കടക്കുവാനായി ഉപയോഗിച്ച ഒരു തന്ത്രമാണ് ഈ ട്രോയ് കുതിര. അകം പൊള്ളയായ തടികൊണ്ട് നിർമ്മിച്ച ഈ വലിയ കളിപ്പാട്ട കുതിര യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതിൻ്റെ ചിഹ്നമായി തങ്ങൾക്ക് ലഭിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ച് രാജ്യത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന രാജാവിന് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ശത്രുരാജ്യത്തെ പട്ടാളക്കാർ ഒളിച്ചിരുന്ന ഒരു കൂടാരം മാത്രമായിരുന്നു അത്. രാജ്യത്തിലെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രഹസ്യമായ മറ്റു പട്ടാളക്കാർക്ക് വേണ്ടി അവർ വാതിലുകൾ തുറന്നുകൊടുത്തു. അതിലൂടെ ആ രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇതുതന്നെയാണ് മനുഷ്യ മനസ്സിനും സംഭവിക്കുന്നത്. അപകടമുള്ള ഒന്നല്ല എന്ന് കരുതി നാം നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന പലതും നമ്മെ അപ്പാടെ തോൽപ്പിക്കാൻ കഴിവുള്ളവയായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പലതരത്തിലുള്ള വ്യക്തികളായാലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പലതരത്തിലുള്ള ചിന്തകളായാലും ഒരിക്കലും അവയെ ആഴത്തിലേക്ക് നമ്മിലേക്ക് അടുപ്പിക്കരുത്. എപ്പോഴും വളരെ പോസിറ്റീവായ ഒരു അകലം എല്ലാവരിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും പാലിക്കുക. ഇനി ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് അറിയണ്ടേ? പ്രധാനമായും 3 വഴികളാണുള്ളത്. നമ്പർ 1, വാരിയർ മെൻറ്റാലിറ്റി. ഒരു കൂട്ടം ആളുകളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്തെന്നാൽ അവർ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കും പെരുമാറുക. കൂടി നിന്ന് അഭിപ്രായം പറയുന്നവരിൽ ആർക്കും തന്നെ ഒറ്റയ്ക്ക് നിന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യമുള്ളതായി കാണാൻ സാധിക്കുന്നില്ല. വളരെ പ്രെഡിക്റ്റബിളായ കാര്യങ്ങളാണ് അവർ ചെയ്യുക. ഈ ലോകത്തിലെ 99% ആളുകളും പെടുന്ന ഒരു ഗ്രൂപ്പാണിത്. എന്നാൽ വാരിയർ മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന നല്ല കാര്യങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോടു കൂടി ചെയ്യുന്നു. നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ ചെയ്യുന്ന അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ബുദ്ധിമുട്ടുള്ള എന്നാൽ നിങ്ങളുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതുതന്നെയാണ് വാരിയർ മെൻറ്റാലിറ്റി. ഇതെല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ആദ്യമൊക്കെ ഇത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യമായിരിക്കും. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്ന ഒന്നായി മാറുന്നതാണ്. നമ്പർ 2, ടൈം ട്രാവൽ ഡിസിഷൻ മേക്കിംഗ്. ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് നിങ്ങളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭാവിയിൽ എന്ത് തരത്തിലുള്ള ഫലമാണ് ലഭിക്കുക എന്നത് തീർച്ചയായും ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ പരിണിത ഫലം മോശമാകാനുള്ള സാധ്യത പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് പോലും മുന്നേ എടുത്തിട്ടുള്ള പല ചെറിയ ചെറിയ ഡിസിഷൻസിൻ്റെ എഫക്റ്റീവ് ലൈഫാണ്. അതുകൊണ്ട് ഇനി മുതലുള്ള ഓരോ ചുവടുകളും നിങ്ങളെ എവിടേക്കാണ് നയിക്കുന്നത് എന്ന് വ്യക്തമായ ചിത്രം മനസ്സിൽ കാണുക. നമ്പർ 3, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമുള്ളതും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബ്രെയിനിനെ പറ്റിക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള മടിയും കുറയുന്നതാണ്. നമ്പർ 3, മൊബൈൽ ഫോണുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും ഉള്ളതുപോലെ നമ്മുടെ ബ്രെയിനിനും ഒരു റാം മെമ്മറി ഉണ്ട്.
അതിനൊരു പരിധിവരെ മാത്രമേ എളുപ്പത്തിൽ കാര്യങ്ങൾ ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിതാവസ്ഥയിൽ നമ്മൾ അറിയാതെ തന്നെ പലതരം സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും പല കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ്. അത് കാരണം നമ്മുടെ മനസ്സിൽ എന്താണ് ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന സംശയം രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയും ഉണ്ടാകുന്നു. 2 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നത് താരതമ്യേന എളുപ്പമുള്ളൊരു കാര്യമാണ്. എന്നാൽ അതേ സ്ഥാനത്ത് 10 കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ വെച്ച് അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാനാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങളിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ഒരുപാട് വീഡിയോസ് കണ്ട സമയം നഷ്ടപ്പെടുത്തുന്നത് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോയും ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളെപ്പറ്റി അറിവുണ്ട്, പക്ഷേ അത് നടപ്പിലാക്കേണ്ടത് മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇൻഫർമേഷൻ അഡിക്ഷൻ, അതായത് കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബ്രെയിൻ കുറച്ച് സമയം കൊണ്ട് ഇത്രത്തോളം വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ നിർമ്മിതമായതല്ല. അതിനും കുറച്ച് വിശ്രമം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരല്പസമയം നൽകുക, ആവശ്യത്തിന് വിശ്രമിക്കുക. എല്ലായ്പ്പോഴും ചിന്തിക്കുന്നതിലൂടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ പ്രവൃത്തിയിലൂടെ മാത്രമേ അത് സാധിക്കൂ. പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നതിനായി ആവശ്യത്തിന് വിശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി വരുന്ന വർഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുക. വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരിക്കലും നടന്നു എന്ന് വരില്ല. എന്നാൽ ഒരു വർഷത്തിനപ്പുറം നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ യെസ് യു ഡിഡ് ഇറ്റ് എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.